നോമിനൽ yield ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഗോൾഡ് മുകളിലോട്ടും പോയിട്ടുള്ളത്. ഇസ്രായേലും USA കൂടി ഇറാൻ അറ്റാക്ക് ചെയ്തു. ഇറാൻ അറ്റാക്ക് ചെയ്തത് ശനിയാഴ്ച ആയിരുന്നു, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ദിവസമായിരുന്നു. അപ്പം ശനി ഞായർ കഴിഞ്ഞതിന് ശേഷം മൺഡേ ഒബ്വിയസ്ലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് എല്ലാവരും ചിന്തിക്കുന്നതാണ്, ഗോൾഡ് ഇതുപോലുള്ള അൺസർട്ടൻ ഇവൻറ്റ്സ് വരുന്ന സമയത്ത് ഗോൾഡ് റാലി ചെയ്യും. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ റീറ്റെയിലേഴ്സ് എല്ലാവരും ഇരിക്കുക. ഇറാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്ലോബൽ അൺസർട്ടനിറ്റി അതിൻ്റെ വാർ. ഈ വാർ വരുമ്പോൾ ഗോൾഡ് നോർമലി മുകളിലോട്ട് പോകണം. പക്ഷെ മൺഡേ ഗോൾഡ് ഫോൾ ആയത് അത്രയും ഹെവി ഫോൾ ആണ്. നോമിനൽ yield ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഫോൾ നമുക്ക് മുൻകൂട്ടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഗോൾഡ് റാലി ചെയ്യൂലെന്നെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. മൺഡേ March 2, 2026. ഓക്കെ, അതായത് ഈ വാർ തുടങ്ങി സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത ദിവസമാണ്. ഇങ്ങനൊരു ബുള്ളിഷ് മൊമെന്റ് തരുന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. നോമിനൽ yield ഈ രാവിലെ മുതൽ റാലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവും, നോമിനൽ yield കണ്ടിന്യൂസ്ലി മുകളിലോട്ട് പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഗോൾഡ് ക്ലിയർലി ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം നോമിനൽ yield ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഗോൾഡ് മുകളിലോട്ടും പോയിട്ടുള്ളത്. സോ ഈ ഗോൾഡും നോമിനൽ yield തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ഇക്കണോമിക്കൽ സൈക്കിളിനനുസരിച്ചും മാർക്കറ്റ് ഇവൻസിനനുസരിച്ചും ഈ പാറ്റേൺ ഡിഫറെൻറ്റ് ടൈപ്സിൽ മാറിക്കൊണ്ടിരിക്കും. ഈ പാറ്റേൺസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നോർമൽ ഗോൾഡിൻ്റെ മാത്രം പ്രൈസ് പാറ്റേൺസ് നോക്കുന്നതിന് പകരം ഈ ഇൻ്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പ് പാറ്റേൺസും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ് കുറേ കൂടി ഈസി ആയിരിക്കും.